സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് ദൈവം വെളിയിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരുപാട് നന്മ ചെയ്യുവാനിടയായി. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് അവരെ കടത്തുവാനിടയായി. പാറയെ പിളർന്ന് കുടിപ്പാൻ വെള്ളം കൊടുത്തു. കയ്പുള്ള വെള്ളമാണെന്ന് പറഞ്ഞപ്പോൾ മാറയെ മധുരമാക്കി മാറ്റി. ആഹാരം ചോദിച്ചപ്പോൾ ആകാശത്തു നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. മാംസം വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കാടപ്പക്ഷികളെ കൊണ്ടുവന്നവർക്ക് മാംസം ആഹാരമായിട്ട് കൊടുക്കാനിടയായി. ഇത്രയും നന്മകൾ ചെയ്തിട്ടും അവർക്കെപ്പോഴും പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ, പരാതിപ്പെടൽ. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ എന്തിനാണ് വിളിച്ചു കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ചില ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും ശരി, ഒരു തൃപ്തിയുമില്ല. എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിനെ ഓർത്തുകൊണ്ട് സന്തോഷിക്കുന്നവനാണ് തൃപ്തിയായിരിക്കുന്നത്. ദൈവം കോപിച്ചിട്ട് എന്തു ചെയ്തെന്നറിയാമോ? ആ മിസ്രയീമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ വലിയ കല്ലുകൾക്കിടയിൽ ഒരുപാട് സർപ്പങ്ങളുണ്ട്. അവർ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ ഒരു സർപ്പവും അവരെ കടിക്കാതെ, അവർക്ക് ഒരു ദോഷവും തട്ടാതെ ദൈവം കാത്തുപരിപാലിക്കുമ്പോൾ, ഇസ്രായേൽ ജനം അതിലെ നടന്നു പോകുമ്പോൾ ആ സർപ്പങ്ങളെല്ലാം അവരെ കണ്ട് ഭയപ്പെട്ട് കല്ലുകൾക്കിടയിൽ കൂടി കയറിപ്പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, സർപ്പം ഭയപ്പെടുന്നു, എന്നാൽ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നില്ലയോ? എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മെ കണ്ട് ഭയപ്പെടാനിടയാകും. എന്നാൽ ദൈവം നമ്മളെ കണ്ട് മുഖം തിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ അവസരം കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരിങ്ങനെ കാത്തിരിക്കുന്നത് കാണാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ടുകൊണ്ട് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കുന്നത് കാണാം. നിങ്ങൾ വിചാരിക്കും കുഞ്ഞ് നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് നോക്കുന്നതാണെന്ന്. കുഞ്ഞിനെ ഓമനത്വത്തോടു കൂടി സ്നേഹത്തോടെ നോക്കുന്നവർ അമ്മയും അപ്പനുമാണ്. എന്നാൽ വെളിയിലുള്ള ആളുകൾ നോക്കുന്നത് ദോഷം ചെയ്യാനാണ്. ജാഗ്രത. നിങ്ങളുടെ നോട്ടമൊന്ന് മാറ്റിയാൽ മതി, അവൻ ചാടി വന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോകും. അതുപോലെ പിശാചെന്ന് നമ്മെ കണ്ട് കാത്തിരിക്കുകയാണ്. കർത്താവ് ഒന്ന് മുഖം തിരിച്ചാൽ മതി, ആ പോട്ടെ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറുകയാണെങ്കിൽ എന്താണ്? സർപ്പങ്ങൾ ഇഴിഞ്ഞു വന്ന് പടപടപടാന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കടിച്ച സമയത്ത് അവരുടെ ശരീരത്തിൽ രക്തം വ്യാപരിച്ച് വായിൽ കൂടി നുരയും പതയും വന്നിട്ട് അവിടെ തന്നെ അവർ വീണുകിടന്ന് മരിക്കുകയാണ്. നമുക്ക് ആ വചനമൊന്ന് നോക്കാം. സംഖ്യാപുസ്തകം 21 അധ്യായം 6 വാക്യം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. പാമ്പുകൾ കടിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ മരിക്കാനിടയാകും? 6 മാസം കഴിഞ്ഞിട്ടാണോ? വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ കുറേ മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ വായിൽ നിന്ന് നുരയും പതയും വരുവാനിടയാകും. അത് മാരകമേറിയ വിഷപ്പാമ്പ് കടിക്കുകയാണെങ്കിൽ ആ കടിക്കുന്ന അതേ സമയത്ത് തന്നെ ആ രക്തത്തിലേക്ക് ആ വിഷം പ്രവഹിക്കുവാനിടയാകും. ആ രക്തം ശരീരത്തിൽ മുഴുവനും വ്യാപരിച്ച് ശരീരം നീല നിറമായിട്ട് മാറാനിടയാകും. വായിൽ നിന്ന് നുരയും പതയും വന്നിട്ട് അപ്പോൾ തന്നെ അവിടെ വീണു മരിക്കുവാനിടയാകും. അതാണ് ഈ കൊറോണ വൈറസും അതുപോലെ വിഷമുള്ളതാണ്. പാമ്പിനെ പോലെ അപകടകാരിയാണ്. ദൈവം കൽപ്പിച്ചതിന് എതിരായിട്ട് ചെയ്യുവാൻ വേണ്ടി മനസ്സ് കാണിച്ചതായ ജനത്തെ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യന് അത് നല്ലതല്ല, അതുകൊണ്ട് ഇത് തിന്നരുതെന്ന് വചനത്തിൽ കൂടി ദൈവം കൽപ്പിച്ചു. എന്നാൽ മനുഷ്യനത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കോപമുണ്ടായി. അവിടെ സർപ്പങ്ങൾ കടന്നു വന്നിട്ട് അവരെ കടിച്ചു. അവർ ഒരുപാട് പേർ മരിച്ചു. അതിനുശേഷം എന്ത് പറയുന്നു? ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്നു. എന്താണ്? കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ ബോധമുള്ളവൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഏറ്റു പറയേണ്ടതാണ്. നിനക്കും ദൈവത്തിനും വിരോധമായി ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് അവർ ഏറ്റുപറയുകയാണ്. അപ്പോൾ ദൈവം അവിടെ ഒരു പരിഹാരം കൊടുക്കുന്നു. എന്നാൽ എൻ്റെ പാപത്തെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് കർത്താവേ എൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് എത്രത്തോളം പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനവുമില്ല. എൻ്റെ പേര് വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളുടെ ദോഷങ്ങളെ മനസ്സിലാക്കി അവ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ, അവർ ചെയ്തതായ പാപങ്ങൾ കാരണം അവർ പശ്ചാത്തപിച്ച് മോശയുടെ അടുക്കൽ വന്ന് അപേക്ഷിച്ചപ്പോൾ മോശ എന്താണ് അവിടെ ചെയ്തത്? മോശ എന്ത് ചെയ്തു? പ്രാർത്ഥന ചെയ്തു. മോശ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുവാൻ ഇടയായതായിട്ട് നമുക്ക് കാണുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളവളായ
സ്ത്രീ അനേക വൈദ്യരാൽ ചികിത്സിക്കപ്പെട്ട് തൻ്റെ സമ്പത്തെല്ലാം ചിലവഴിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചത്? കയ്യിലിരുന്ന പണമത്രയും ചിലവഴിച്ചിട്ടും ഒരു പ്രയോജനവുമില്ലാതെ ഒരുപാട് സങ്കടപ്പെട്ട് അവസാനം യേശുവിനെ കുറിച്ചുള്ളതായ വാർത്ത കേട്ടിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ അവിടെ ഇരുന്നില്ല. അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് നിനക്ക് സൗഖ്യം നൽകുന്നത് കർത്താവാണ്. നിനക്ക് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറയേണ്ടതാണ്. ദൈവദാസന്മാരായിരിക്കുന്ന അനേകം ആളുകൾ ഇന്ന് ടെലിവിഷനിൽ കൂടി നമുക്കറിയാം ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വചനങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരുപാട് ഉപദേശങ്ങൾ സന്ദർഭം അനുസരിച്ചുകൊണ്ട് ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി സൗഖ്യമുണ്ടാകുന്നില്ല. എന്നാൽ മോശ ഇവിടെ എന്തു ചെയ്തെന്നറിയാമോ? നിങ്ങൾ അന്നെന്താണ് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അന്ന് നിങ്ങൾ അങ്ങനെ പിറുപിറുത്തില്ലേ, അങ്ങനെ പരാതിപ്പെട്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ നാശമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിരുന്നോ? നിങ്ങൾക്കിപ്പോൾ ബോധം വന്നോ? ഇനിയും നിങ്ങൾ ഇത് ആവർത്തിക്കുമോ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചോ? എന്താണ് പറഞ്ഞത്? മോശ എന്താണ് ചെയ്തത്? മോശ ദൈവസന്നിധിയിൽ കർത്താവേ കർത്താവേ എന്താണ് നോക്കുക. ഈ മോശയുടെ പ്രത്യേകത നോക്കുക. അനുസരണം കാണിക്കാത്തതായ ജനത്തിനു വേണ്ടി, എപ്പോഴും പിറുപിറുക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു. അവർ വന്ന് മോശയോട് നിലവിളിച്ചപ്പോൾ മോശ ചെന്ന് ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതായ ദൈവദാസന്മാരെയാണ് നമുക്ക് വേണ്ടത്. മനുഷ്യന്റെ പാപമെല്ലാം തന്റെ മേലിട്ടുകൊണ്ട് തന്റെ മേൽ വഹിച്ച്, അന്ന് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം വഹിച്ചതുപോലെ പാപത്തിന്റെ സകല ശിക്ഷകളും ഏറ്റുവാങ്ങി, ശാപത്തിന്റെ ശിക്ഷകളെ ഏറ്റുവാങ്ങി ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനെ പോലെ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ദൈവദാസന്മാർ ഇന്നുണ്ടായിരിക്കണം. ദൈവദാസന്മാർ വേണം, ദൈവമക്കൾ വേണം. ദൈവത്തിന്റെ ദാസന്മാരും രക്ഷിക്കപ്പെട്ടതായ സകല ആളുകളും വേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്, പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥന ഒരു പേരിനു വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ വലിയ പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനല്ല, ഞാൻ വലിയ ഭക്തനായ മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനല്ല. പ്രാർത്ഥന ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ദൈവമേ മനസ്സലിയണമേ, ദൈവമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. മോശ പറഞ്ഞു, ദൈവമേ അഗ്നിസർപ്പങ്ങളാൽ കടിക്കപ്പെട്ടിട്ട് അവരിതാ മരിച്ചു വീഴുന്നു, മരുഭൂമിയിൽ ശവങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഓരോ നിമിഷം ഓരോരുത്തർ മരിച്ചു വീഴുകയാണ്. അവസാനം വാഗ്ദത്ത ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ആരും കാണുകയില്ല. അതുകൊണ്ട് ദൈവമേ നീ മനസ്സലിയണമേ. ദൈവമേ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ചെയ്യണം. സഭാമൂപ്പന്മാർ, വിശ്വാസികൾ മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഹായ് പട്ടണത്തിൽ ചെന്നപ്പോൾ ഇസ്രായേലിന് തോൽവിയുണ്ടായി. ഒരു വലിയ പട്ടണമായ എരിഹോവ് പട്ടണത്തിൽ കടന്നു ചെന്നപ്പോൾ ബന്ധവസായ ആ പട്ടണം, ഉറപ്പുള്ളതായ ആ കോട്ടയെ തകർത്ത് ഇസ്രായേൽ ജനം വിജയം നേടിയെങ്കിൽ ചെറിയൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ തോൽവിയുണ്ടായി. അപ്പോൾ യോശുവ എന്താണ് ചെയ്തത്? മൂപ്പന്മാരെല്ലാം കർത്താവിനോട് നിലവിളിക്കുകയാണ്, ദൈവത്തോട് നിലവിളിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായത്? അതുപോലെ ഈ ലോകത്തിന് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞ എല്ലാ ദൈവദാസന്മാരും നിലവിളിക്കേണ്ടതാണ്. മോശ പ്രാർത്ഥിക്കാനിടയായി. എന്ത് സംഭവിച്ചെന്ന് നോക്കാം. എന്താണ് ചെയ്തത്? ഏതു സർപ്പമാണ് അവരെ കടിച്ചത്? അതേപോലെ ഒരു സർപ്പത്തെ, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി, ഒരു പ്രതിമ ഉണ്ടാക്കി, അതിനെ ഒരു തൂണിൻ്റെ മേൽ ഉയർത്തി നിർത്തണം. നമ്മൾ ഇസ്രായേലിൽ പോകുന്ന സമയത്ത് മോശ സർപ്പത്തെ ഉയർത്തിയതായ ആ സ്തൂപത്തിൻ്റെ തെളിവ് നമുക്കവിടെ നെബോ പർവ്വതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അത് ദൂരെ നിന്ന് നോക്കിയാൽ ക്രൂശ് പോലെയാണ് തോന്നുന്നത്. നേരെ ഒരു തൂണ് നാട്ടിയിരിക്കുന്നു, അതിന് കുറുകയായിട്ട് പാമ്പിന്റെ രൂപമുണ്ടാക്കി വച്ചിരിക്കുന്നു. അന്ന് ആ പ്രതിമയെ അവിടെ ഉയർത്തിയപ്പോൾ അന്നുള്ള ആളുകൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ആരാണോ കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കുന്നത്, ഉയർത്തപ്പെട്ട കർത്താവിനെ നോക്കുന്നത്, അവൻ രക്ഷിക്കപ്പെടും, അവൻ സൗഖ്യം പ്രാപിക്കും. ഇന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ ആ രൂപമുണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, ആരാണോ ആ രൂപത്തിലേക്ക് നോക്കുന്നത്
അവൻ സൗഖ്യം പ്രാപിക്കും. അതനുസരിച്ച് മോശ അങ്ങനെ തന്നെ ചെയ്തു. ആരൊക്കെയാണോ അതിലേക്ക് നോക്കിയത്? നമുക്ക് വായിക്കാം 9-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പോൾ പാമ്പ് കടിച്ചിരിക്കുകയാണ്. പാമ്പിനെ എല്ലാവർക്കും പേടിയാണ്. പിന്നെ പാമ്പിന്റെ രൂപത്തെ നോക്കാൻ പറഞ്ഞാൽ നിന്നെ കടിച്ച പാമ്പ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പിനെ അടുത്തുകൊണ്ട് കാണിക്കുകയാണെങ്കിൽ എന്താണ്? കണ്ണടച്ചുകൊണ്ട് ഓടിപ്പോവുകയല്ലേ ചെയ്യുന്നത്? അത് നോക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? വിശ്വാസം. അയ്യോ എന്നും പറഞ്ഞിട്ടിങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ അപ്പോൾ തന്നെ അത് കുറയും. ആ വേദന ഓർക്കാതെ, അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കഷ്ടത ഓർക്കാതെ, ആ സർപ്പത്തെ നോക്കുന്ന സമയത്ത് തൻ്റെ മുൻപിൽ ഉയർത്തിയിരിക്കുന്ന സർപ്പത്തിൻ്റെ രൂപത്തെ വിശ്വാസത്തോടെ നോക്കുമ്പോൾ, ആ യേശുവിനെ, കാൽവരി ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുമ്പോൾ നിനക്ക് സൗഖ്യം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. ഇന്ന് ലോകം മുഴുവനും യേശുവിലേക്ക് നോക്കണം. ദൈവദാസന്മാരിലേക്കല്ല, ജാഗ്രതകളിലേക്കല്ല. നിന്റെ സകല രോഗത്തെയും, നിന്റെ സകല ശാപത്തെയും, നിന്റെ സകല അപമാനത്തെയും വഹിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ചതായ യേശുവിലേക്ക് നോക്കണം. നമുക്ക് നോക്കാം. നിക്കോദീമസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 14-ാം വാക്യം. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കുക, ഇന്ന് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ഉയർത്തണം. ഇന്ന് ലോകത്തിലെ സകല മനുഷ്യരും യേശുവിലേക്ക് നോക്കിക്കൊണ്ട് രക്ഷിക്കപ്പെടണം, വിടുതൽ പ്രാപിക്കണം, നിത്യജീവൻ അവകാശമാക്കണം. അത് അവനിൽ കൂടി മാത്രമേ സാധിക്കൂ. ഇത് സംഭവിക്കണമെങ്കിൽ ദൈവദാസന്മാർ നിലവിളിക്കണം. ഇത് സംഭവിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം. കഷ്ടതയിലായിരിക്കുന്നതായ ആളുകൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ദൈവദാസന് കഴിയണം. ഞങ്ങളുടെ സഭയിൽ വരണം, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഭയിൽ കൂടി ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ളതായ റെഫറൻസസ് കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. യേശുവിലേക്ക് നീ നോക്കണം, നീ തന്നെ നോക്കണം, വിശ്വാസത്തോടുകൂടി നോക്കണം, ശ്രദ്ധയോടെ അവനെ നോക്കണം. ഇവിടെ ഭയങ്കരമായ അവസ്ഥയാണ്. മനുഷ്യൻ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാമ്പുകടി ഏറ്റവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ. അത് തീവ്രമായ വേദനയാണ്. ഇവിടെ തീവ്രമായ വേദനയാൽ അനുഭവിക്കുന്ന അനേകം ആളുകൾ വീണു മരിക്കുകയാണ്. ഇന്നാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡയാലിസിസ് ചെയ്യുന്നു, രക്തമെല്ലാം എടുത്തു മാറ്റുന്നു. അത് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ ബ്ലഡിലേക്ക് വിഷം കലർന്ന് മരിക്കുകയും ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസിനേക്കാൾ സർപ്പവിഷം എന്നത് എത്ര ഭയങ്കരമാണെന്നറിയാമോ? അത്ര ഭയങ്കരമായ മാരകമായ സ്ഥിതിയിൽ ആയിരിക്കുന്നതായ വ്യക്തികളെ യേശു സൗഖ്യപ്പെടുത്തി, കർത്താവ് സൗഖ്യപ്പെടുത്തി. മോശ പ്രാർത്ഥിച്ചതായ സമയത്ത് ഒരു വിടുതൽ അവർക്ക് കൊടുത്തു, ഒരു വഴി പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് ഡയറക്റ്റ് സൗഖ്യമാക്കിക്കൂടെ? എന്തിനാണ് പിന്നെ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വെച്ചത്? അതുപോലെ തന്നെയാണ് ഒരു രോഗമുണ്ടാകുമ്പോൾ, ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെടുമ്പോൾ, ആ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ വാക്സിൻ അല്ല നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്, മറിച്ച് ദൈവമാകുന്നു. സൗഖ്യമാക്കുന്നവൻ അവനാണ്. മോശ നിലവിളിച്ചതുപോലെ ഈ ദിവസം ലോകത്തിലുള്ളതായ സകല ദൈവത്തിന്റെ മക്കളും നിലവിളിച്ചാൽ പെന്തക്കോസ്തു നാളിൽ അന്നിറങ്ങി വന്നതായ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുവാനിടയാകും. മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാനിടയാകും. അവരുടെ സ്ഥാനത്ത് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങി മരിച്ചതായ യേശുക്രിസ്തുവിനെ അവർ വിശ്വസിക്കും. അവനിൽ കൂടി വരുന്നതായ നിത്യജീവനെയും സൗഖ്യത്തെയും പ്രാപിക്കുന്നത് തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നു. ഇല്ല എങ്കിൽ അയ്യോ, താമസിക്കുകയാണെങ്കിൽ കഷ്ടമാണ്. ഇത് അപകടം നിറഞ്ഞ സമയമാണ്. അർജൻസി, വളരെ വേഗത്തിൽ ഇത് ചെയ്യേണ്ടതാണ്. 15 ദിവസത്തേക്ക് താമസിക്കുവാൻ പാടില്ല. നാളെയോ മറ്റന്നാളോ ചെയ്യാൻ പാടില്ല. അവിടെ നാം നോക്കുമ്പോൾ ആ പിച്ചള സർപ്പത്തെ എവിടെ നിന്ന് ആ താമ്രം അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നു ആ തട്ടാൻ അത് ഉണ്ടാക്കി വെച്ചത് എന്നത് നമുക്ക് അറിയുവാൻ കഴിയില്ല. എന്നാൽ നോക്കുമ്പോൾ മോശ പ്രവർത്തിച്ചത് എന്താണ്? നമ്മെപ്പോലെയുള്ളവരാണെങ്കിൽ 3-4 ദിവസം എടുത്തേനെ. ഇവിടെ എന്താണ് ചെയ്തത്? വളരെ വേഗത്തിൽ വേഗത്തിൽ കമോൺ 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 എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. പരിഹാരം, ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ദൈവദാസന്മാർ നിലവിളിക്കണം. ദുഃഖത്തിലായിരിക്കുന്നവർ, രോഗത്തിൽ ആയിരിക്കുന്ന ആളുകൾ രോഗം വരുന്നതിന് മുൻപ് തന്നെ ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട് എങ്കിലേക്ക് നോക്കി രക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. ലോകം മുഴുവനും യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടണം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഉണ്ടാകണം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. യേശുവിൽ കൂടി മാത്രമാകുന്നു രക്ഷ. യേശുവാകുന്നു നമുക്ക് സൗഖ്യം നൽകുന്നത്. അവനിൽ കൂടി മാത്രമാണ് നമുക്ക് വിടുതൽ ഉണ്ടാകുന്നത്. സകല ദേശക്കാരെയും സകല ഭാഷക്കാരെയും അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സകല ഭാഷക്കാരെയും സകല ദേശക്കാരെയും സകല വ്യക്തികളെയും അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ അവനിൽ വിശ്വസിക്കുന്നവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ രേഖപ്പെടുത്തുവാനിടയാകണം, രക്ഷിക്കപ്പെടുവാനിടയാകണം, രക്ഷ സംഭവിക്കണം. ജീവന്റെ പുസ്തകം അവരുടെ പേരുകളാൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ലോകം മുഴുവനും നടക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യണമേ. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം അവർക്ക് കൊടുക്കണമേ. സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ആശ അല്ല, പാപം ക്ഷമിക്കപ്പെടേണ്ടതിന് പശ്ചാത്താപം അവരുടെ ഉള്ളിൽ കൊടുക്കണമേ. നീതീകരിക്കപ്പെട്ട യേശുവിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത സഹിച്ച യേശുവിലേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. എല്ലാ രാജ്യത്തിനും അത്യാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നുകൊണ്ട് എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചെടുക്കുവാൻ ലോകം മുഴുവനും നിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമേ. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കണം. വിശുദ്ധ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. നീ ജീവനുള്ളവനായ ദൈവമാണെന്ന്, നീ നിത്യനായ ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിന്നെ അറിഞ്ഞതായ ഞങ്ങൾ, നിന്റെ സ്നേഹം അനുഭവിച്ചതായ ഞങ്ങൾ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിന്നോടൊപ്പം ആയിരിക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നിന്റെ രാജ്യത്തിന് അവകാശികളാകാൻ തീരുമാനമെടുത്തതായ ഞങ്ങൾ ഞങ്ങളുടെ നിഷ്കളങ്കത കളയാതെ, ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ, പിശാചിന്റെ തന്ത്രങ്ങൾക്ക് ഇടം കൊടുക്കാതെ, ഭയത്തോടെ ഭക്തിയോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ. തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് ആടിയുലയുന്ന വ്യക്തികളായിട്ട് മാറാതെ ഞങ്ങൾ യേശുവിനെ പോലെ ആയിരിക്കേണ്ടതിന് അവന്റെ സ്നേഹത്താൽ, അവന്റെ സത്യത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിൽ അവന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ രക്തത്തെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിക്കപ്പെട്ടതായ കർത്താവേ, ലോകത്തിലുള്ള 216 രാജ്യങ്ങളിലും നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. പ്രപഞ്ചം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ സഹായിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടതിന് സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ